ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇന്ന് രാവിലെ ലൈവ് ഇട്ടായിരുന്നു. നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ് നിർത്തിയത്. അപ്പോൾ ഈ ഇനി തൊട്ട് ചിലപ്പോൾ നമ്മൾ രാത്രിയും കൂടെ ലൈവ് വരാനുണ്ട്. ഒരു പകുതി വരും, രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയും, പിന്നെ നമ്മൾ രാത്രി ഏകദേശം സാധാരണ നമ്മുടെ 8 മണി തൊട്ട് 10 മണി വരെ ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മച്ചാമാരെ. ഓൾറെഡി നമ്മളിപ്പോൾ 1v1 കൂടുതൽ നമ്മൾ കളിക്കാറ്. ഇനി റാങ്ക് പുഷും ചെയ്യണം. നമ്മൾ അതിനിടയ്ക്ക് മാച്ചിലും കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ ഒരു വലിയൊരു ശരിക്കൊരു ക്യാമ്പയിൻ വരുന്ന ദിവസമാണ്. നമ്മുടെ യുച്ചി എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഉണ്ട്. പിന്നെ മച്ചാമാരെ ഓൾറെഡി നല്ല വെട്ടം മുന്നിൽ നടിക്കുന്നുണ്ട്, നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനോട് ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമ്മൾ എന്താ പറയുക, നിലവിൽ വീഡിയോ വരാത്തതിൻ്റെ ഒരു കാരണം ഈ ഒരു ലൈവ് ആയതുകൊണ്ടാട്ടോ. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയായിരുന്നു പണ്ട് നമ്മൾ എല്ലാ ഡെയിലി ദിവസം വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും അതുപോലെ തന്നെ ഒരു 2-3 ദിവസം കൂടുമ്പോൾ എന്തായാലും ഞാൻ പരമാവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും അതുപോലെ ഇനി വരുന്നതായിരിക്കും. ഇതുപോലെ കുറേ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ വെച്ചാൽ നമുക്ക് നാളെ 2 രീതിയിലുള്ള പോർട്ട് വേ ഉണ്ട്. കാരണം യൂറോപ്പിനുണ്ട്, പിന്നെ വേൾഡ് വൈഡ് ഉണ്ട്. ഓൾറെഡി അവർ ഈ ഒരു ഫോട്ടോ തന്നെ ഇതാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ പുതിയ കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും കാർഡുകളാണ് നിലവിൽ നമ്മുടെ പോർട്ട് വേയിലും ഈ ഒരു യൂറോപ്യൻ ആയാലും വേൾഡ് വൈഡിലും കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ബാലൻഡിയറിൻ്റെ കാര്യം. അപ്പം ഡെമ്പലേക്കാണ് ഇപ്രാവശ്യം കിട്ടി. അപ്പം മച്ചാമാരെ നിലവിൽ അവർ ഓൾറെഡി നമ്മുടെ ഈ ഫുട്ബോൾ സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാർഡ് മിക്കവാറും ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പം അതെല്ലാവരും പറഞ്ഞു മിക്കവാറും ഹൈലൈറ്റ് ആയിട്ടുള്ള കാർഡാണോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവർ ഓൾറെഡി ഇത് കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഷോർട്ട് ടൈം ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അവരുടെ ആ ഒരു പുതിയ കാർഡ് ഡിസൈൻ എന്തായാലും ഹൈലൈറ്റ് ആവില്ലായിരിക്കും. എന്തായാലും എപ്പിക്കോ നമുക്ക് നോക്കിയൊക്കെ എന്തായാലും കൊനാമി ചിലപ്പോൾ മിക്കവാറും തരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ യമാലിൻ്റെ വിത്തിൻ ഹാൻഡ് ഓൾറെഡി ഒരു കാർഡുകൾ അതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട് കേട്ടോ നാളെ സ്പെഷ്യലായിട്ട് തന്നെ. കാരണം നിങ്ങൾക്കറിയാം ഡെബലേറ്ററെ ഒരു മുന്നേ ഒരു കാർഡ് വന്നായിരുന്നു ബിഗ് ടൈം, അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഗൈസ് നാളെയാണ് നമ്മുടെ ജപ്പാനിൽ ടോക്കിയോയിൽ നടക്കുന്ന നമ്മുടെ യുച്ചിയോ ക്യാമ്പയിൻ്റെ സംഭവം. അപ്പോൾ എന്തായാലും വെച്ചാൽ പറ്റും നിലവിൽ ആ ഒരു ക്യാമ്പയിൻ കൊണ്ട് നമുക്കറിയാം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. 2 അംബാസഡർ ആയിട്ടുള്ള പാക്ക് വന്നു. സുവാരസ് വന്നില്ല, പിന്നെ നമ്മുടെ നെയ്മറിനെ വന്നില്ല. അപ്പം ബ്രസീൽ ക്യാമ്പയിൻ ഓൾറെഡി ഈ മാസത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കൊല്ലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നെയ്മറിൻ്റെ കാർഡ്, മാർക്കിനസിൻ്റെ കാർഡ്, പിന്നെ കഫു, റോബർട്ടോ കാർലോസ്, ആ ഒരു കാർഡ്, നെൽസൺ, ആ ഒരു കാർഡൊക്കെ ശരിക്കും തന്നതാണ് എന്നാലും അവർ ആ ഫ്രീ ട്രൈ. അപ്പം നിലവിൽ അത് ഈ ഒരു മാസം വന്നിട്ടില്ല. അപ്പം ഇപ്പോൾ ഒരു 900 മില്യൺ ക്യാമ്പയിൻ ഡൗൺലോഡ്സിന് നടക്കുന്നതുകൊണ്ട് തന്നെ ഇനിയും 14 ദിവസത്തോളം അത് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പയിൻ ഇനി പുതിയതായ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമുക്ക് എന്തായാലും നോക്കാം വരുമെന്ന്. അപ്പം ഈ ഒരു യുച്ചിയോ ക്യാമ്പയിൻ എന്തായാലും ഷുവറാണ് കേസ്, കാരണം അവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം നമുക്കൊരു നെയ്മറിൻ്റെ കാർഡ് ചിലപ്പോൾ ഗൈസ് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള നല്ലൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഗൈസ് പെർഫോമൻസിൻ്റെ കാര്യത്തിലല്ല, ചിലപ്പോൾ നല്ലൊരു കാർഡ് കിട്ടാനുള്ള ടൈമുണ്ട്. അല്ലെങ്കിൽ മിക്കവാറും ഒരു അംബാസഡർ ആയിട്ടുള്ള ഒരു കാർഡായിരിക്കും പ്രഖ്യാപിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് AC മിലൻ പാക്കിൻ്റെ ഒരു അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് കേട്ടോ. മോഡ്രിച്ചിൻ്റെ ഒരു സംഭവം ഇവരുടെ ഈ ഒരു പാക്കിൽ കാണിക്കുന്നുണ്ട്. അപ്പം പുതിയൊരു മാനേജർ മിക്കവാറും AC മിലാൻ്റെ ഒരു മാനേജർ ആണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം നാളെ നമ്മുടെ മാർട്ടിനസ് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എടുക്കുന്നുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് നമുക്ക് നിലവിൽ പറയാനുള്ള ഒരു കാര്യം, മെസ്സിയുടെ ഒരു കാർഡ് അടുത്ത വരുന്നുണ്ട്, പുതിയൊരു ടൈപ്പായിട്ടുള്ള. അത് ഈ നമ്മുടെ ക്യാപ്റ്റൻ ടെസ്ബൂസൊക്കെ വന്ന പോലെ തന്നെ അതേ സാധനമാണ് വരുന്നത്. പിന്നെ ഗൈസ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞെന്താ വെച്ചാൽ ട്രഷർ ലിങ്കിൻ്റെ കാര്യമാണ്. നിങ്ങൾക്കറിയാം മെസ്സി വന്ന സമയത്ത് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ആ ഒരു, അതായത് ഈ ഫുട്ബോൾ ഇല്ലാത്തവർ പോലും എടുത്ത് അപ്ഡേറ്റ് ചെയ്തൊരു സമയമായിരുന്നു അത്. അതായത് ആ ട്രഷർ ലിങ്ക് വന്നപ്പോൾ കുറേ പേർക്ക് എപ്പിക്ക് കിട്ടി. ഇനി എപ്പിക്ക് കിട്ടിയില്ലെങ്കിൽ അത് നല്ലൊരു രസമായിരുന്നു സംഭവം. പിങ്കൊക്കെ കിട്ടിയവർക്ക് മൊത്തം വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈപ്പായിരുന്നു അത്. അപ്പോൾ എന്തായാലും നാളെ ട്രഷർ ലിങ്ക് ചിലപ്പം നമ്മുടെ ഇനിയൊരു 14 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കാരണം നിലവിൽ അത് വേറൊന്നുമല്ല, ആ ഒരു ക്യാമ്പയിൻ കിടക്കുന്നതുകൊണ്ട് ഇത്രയും ക്യാമ്പയിൻ ഇവരെല്ലാം കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും വരട്ടെ ഗൈസ്. കാരണം പെട്ടെന്ന് വരികയാണെങ്കിൽ നാളെ തന്നെ ആണെങ്കിൽ സംഭവം ഈ ഫുട്ബോൾ കത്ത് ശരിക്കും ക്യാമ്പയിനും കോയിനും ട്രഷർ ലിങ്കും എല്ലാം കൂടെ ആകുമ്പോൾ പൊളിക്കും എന്തായാലും. പിന്നെ അതേപോലെ തന്നെ ഗൈസ് നമ്മുടെ എപ്പിക്ക് മിക്കവാറും റിപ്പീറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ് യമാൽ, വിറ്റിൻഹ, ഡെമ്പലയുടെ ഒരു എപ്പിക് പാക്കാണ് ഇവരിവിടെ ബാലൻഡിയർ ടൈപ്പ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ നിലവിൽ ഇപ്പം ഗൈസ് ഇത് മൊത്തം കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇത്രയും പാക്കുകളാണ് നിലവിൽ എപ്പിക്കിൽ സാധാരണ പോലെ കാണിക്കുന്നത്. അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ, അതായത് തിങ്കളാഴ്ചയൊക്കെ ഇതിൽ നിന്നുള്ള ഒരു 3 പ്ലേയേഴ്സിനെ ആയിരിക്കും ആഡ് ചെയ്യാൻ ചാൻസ്. ഓവനും നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ഒരു പാക്ക് നിലവിൽ അത് ഇതുവരെ അവരൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഗൈസ് 500 പോയിന്റ് പ്ലെയർ നിങ്ങൾക്കറിയാം എല്ലാവരും ടോർസിൻ്റെ സമയത്ത് ഇപ്പം ശരിക്കും ഗൈസ് ഇപ്പോൾ ഒരു കൊല്ലം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു കൊല്ലത്തിന് മുമ്പ് തന്നെ എന്തായാലും അടുത്ത മാസങ്ങളിൽ അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ ആയിട്ട്, ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ ആയിട്ട് ഒരു പാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇസ്കോനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി സുവാരസിൻ്റെ ഒരു കാർഡ് ഇതുവരെ ഇവർ ഇറക്കാത്തതുകൊണ്ട് അതിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. അംബാസഡർ പാക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ ഗൈസ് എന്തായാലും ആ ഒരു പാക്ക് വരും. പിന്നെ അതേപോലെ തന്നെ ഗൈസ് അടുത്തൊരു മാനേജറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിൽ വന്നു പോയൊരു മാനേജറായിരുന്നു പെപ്പിൻ്റെ. അത് ഇതുവരെ ഇറക്കിയിട്ടില്ല, പൊസിഷൻ ഗെയിമിംഗ് ആണ്. അപ്പോൾ നിലവിലിപ്പോൾ ഫാബിയോ വന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹൻസി, ഒന്നും പെട്ടെന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും പെപ്പിനെ നമുക്ക് നോക്കി നോക്കാം. പിന്നെ സാബിയുടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അപ്പം
900 മില്യൺ ക്യാമ്പയിൻ ഇതുവരെ ഉള്ളത് കൊണ്ട് ഗൈസ് ഒരു പുതിയ ക്യാമ്പയിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം. കാരണം കൊനാമി നാളെ എന്തൊക്കെയൊക്കെ കൊണ്ടുവന്നാലും അത്രയും സന്തോഷമാണ്. കാരണം പോർട്ട്വേ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം എപ്പിക്ക്. എന്തായാലും ഗൈസ് ഒന്നുറപ്പാ, നമ്മുടെ യൂജിയോ ക്യാമ്പയിൻ ജപ്പാനിൽ ലൈവ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ മിക്കവാറും ഇത് ലൈവ് കഴിയുമ്പോൾ ഒരു 1:30 ആയിരിക്കും. അപ്പോൾ എന്തായാലും വലിയ അപ്ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ കയറുമ്പോൾ പ്ലേ സ്റ്റോറിലുള്ള ആപ്പ് സ്റ്റോറിലുള്ള അപ്ഡേറ്റ് ഉണ്ടാവാൻ ചാൻസ് നിലവിൽ കുറവാണ്. കാരണം പാച്ച് ഡൗണിൻ്റെ കാര്യമൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും മച്ചാൻ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുറപ്പെടും. നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ടും നമ്മുടെ ലൈവിലായിട്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.